ഓണത്തിന്റെ സന്ദേശം പല രീതിയിലും പുതുമയാർന്ന കൊടുക്കൽ വാങ്ങലുകളിലൂടെയായിരുന്നു. ഓണവില്ലും ഓണക്കത്തിയും പോലെ അടിസ്ഥാന തൊഴിലാളികളുടെ ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്ത് വീടുകളിൽ എത്തിയിരുന്നു. അതെല്ലാം ഇന്ന് ഓണത്തിന്റെ സ്മൃതികളിൽ ഉറങ്ങുന്നു. ചെറുബാല്യങ്ങൾക്ക് അനുഭവാതീതമായ ഓണസഞ്ചി പുതുതലമുറയ്ക്ക് നൽകി ഓണത്തിന്റെ സന്ദേശം നൽകുകയാണ് വേലൂർ ചെറുവത്തൂർ ദേവസി ഭാര്യ CV ഓമന. പൂവിളികൾ നിലച്ചുപോയ കാലഘട്ടത്തിൽ ജനിക്കേണ്ടി വന്ന കുട്ടികൾക്ക് ഓണസഞ്ചി സമ്മാനിച്ചുകൊണ്ടാണ് ഓമന പഴയകാല ഓണത്തിന്റെ മിത്തുകളും ഐതിഹ്യങ്ങളും പകർന്നു നൽകിയത്. വരവു പൂക്കൾ കൊണ്ട് പൂക്കളമിടുന്ന പുതുതലമുറയ്ക്ക് ഓണത്തിന്റെ പട്ടുകോണകവും ഓണവില്ലും ഓണക്കത്തിയും ഓണപ്പലകയും കേട്ടുകേൾവിയില്ലാത്തതാണ്. തിരുവോണത്തിന് മുമ്പ് വീട് വീടാന്തരം കയറിയിറങ്ങി നെല്ലോ അരിയോ പണമോ പ്രതിഫലമായി സ്വീകരിച്ച പെരുവണ്ണാന്മാർ കുട്ടികൾക്കായി ഒരുക്കി നൽകുന്ന ഓണസഞ്ചിയും ഒരു കാലഘട്ടത്തിന്റെ മായാത്ത ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. കുരുന്നുകളിൽ സമ്പാദ്യശേഖരണം ശീലിപ്പിക്കുന്ന പഴമക്കാരുടെ വിദ്യ കുട്ടിസഞ്ചികളിൽ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ഓണസഞ്ചി സമ്മാനിച്ച് CV ഓമന പഠിപ്പിക്കുകയാണ്. പൂവിളികളും പൂക്കുടയുമായി പാടത്തും തൊടിയിലും നിന്നും അറുത്തെടുത്ത പൂക്കൾ കൊണ്ട് പൂക്കളമിട്ടിരുന്ന കാലത്തെ ഓർമ്മിപ്പിച്ച് ഓണക്കാല സംസ്കാരത്തെയും തനിമയെയും ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഓമന ഇവർക്ക് ഗുരുവായിത്തീരുന്നത്. കാർഷിക സംസ്കാരം ശോഷിച്ചതോടെ ഓണക്കാഴ്ചകൾ ഇല്ലാതാവുകയും ആചാരങ്ങളും ആഘോഷങ്ങളും വെറും ചടങ്ങുകളായി ശുഷ്കിച്ചു പോകുന്നുവെന്ന സത്യമാണ് ഓണസഞ്ചിയിലൂടെ പകർന്നു നൽകുന്നത്.